ഇതിൽ വന്നാൽ ഞാൻ പിടിക്കും. ആ ഒരു ഏരിയക്ക് അങ്ങോട്ട് പോകണം. പുഴയാണെങ്കിൽ ഒരുമാതിരി ഭയാനകപ്പെടുത്തുന്ന രീതിയിലുള്ള ഒഴുക്കാണ്. ഇതിനല്ലോ തിന്നാനും കൊടുത്തിക്കണോ? ഹായ് ചെയ്യുമാർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാരികുടി പ്ലസ് പുഴയിലെ മീനുകൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി പോകുന്നൊരു പരിപാടിയാണത്. അപ്പം എന്തിങ്ങനെ പറയുന്നത് ചോദിക്കും. ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മീൻ കിട്ടില്ലെന്ന് അറിയില്ല. ഇവിടെ ഇന്ന് നല്ല മഴയാണ്. നല്ല മഴ. ഇപ്പോഴാണ് മഴയ്ക്കൊരു ചെറിയൊരു ആക്കം കിട്ടിയത്, മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഒരു 4 മണി ആവാറായിട്ടുണ്ട്. 3-3:30 എന്തായാലും കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. കയ്യിൽ വാച്ചൊന്നുമില്ല, നമ്മൾ പുഴയിൽ നനയെന്ന് എഴുതിയിട്ട്. ബാഗിൽ ഫുള്ളായിട്ട് നമ്മളുടെ ചൂണ്ടൽ കാര്യമൊക്കെ വെച്ചിട്ടുണ്ട്. മൊബൈൽ ക്യാമറ ഒക്കെയുള്ള സ്റ്റാൻഡ്, പിന്നെ ചൂണ്ട, മൊബൈൽ, നമ്മളുടെ വണ്ടി. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, നാട്ടിലേക്കന്മാരുണ്ട്, ഒരു 3 പേരുണ്ട്. ഞങ്ങൾ മൊത്തം 4 പേരാണ് പോകുന്നത്. കുറച്ച് കൊതുകുകടി, കാര്യകടി, അതുപോലെ തന്നെ മീനുകൾക്ക് തീറ്റ കൊടുക്കുക, അതൊക്കെ നടക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയായാലും കുഴപ്പമില്ല, പോയി നോക്കാം. ഒരു എന്താ പറയുക, ഒരാഴ്ച 1.5 ആയി, 2 ആഴ്ചയായി തോന്നുന്നു ഞാൻ ചൂണ്ടയിടാനൊക്കെ വേണ്ടിയിട്ട് പോയിട്ട്. അപ്പോൾ ചാലിയാറിലേക്കാണ് പോകുന്നത്. പുഴയുടെ അവസ്ഥ എങ്ങനെയാണെന്നും പുഴ വെള്ളം എത്രത്തോളം കയറിയിട്ടുണ്ടെന്നും എന്നുള്ള കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം. മീൻ കിട്ടുവാണെങ്കിൽ മീനും പിടിക്കാം. പിന്നെ ഇറങ്ങി നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് അടിക്കാനും ഒരു കമൻറ്റ് ചെയ്താലും മറക്കരുത്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ കേട്ടോ. വീടൊക്കെ ഒന്ന് പൂട്ടിയിട്ട് ഇറങ്ങാം നമുക്ക്. കണ്ണുണ്ടോ? കയറിയില്ല കണ്ണ എന്താ? 5 മണിക്കൊക്കെ കെട്ടായിട്ട് പോകണ്ടേ. കണ്ണൻ ഇല്ല. അപ്പം ഞങ്ങൾ നാട്ടിൽ പാലത്തിങ്ങ, ഇവിടെയാണ് ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു കൂടി എല്ലാം ആലോചിക്കുന്ന സ്ഥലം കേട്ടോ. അച്ഛനത് ഇവിടെ ആട് നോക്കണു. മഴ പോയതല്ലേ, തോട്ടിലെ വെള്ളമൊക്കെ പാകപ്പെട്ട് കലങ്ങിക്കേട്ടാ. തോട്ടിലിട്ടാത്തിന് അത്യാവശ്യം മീൻ കിട്ടും. സുന്ദരമായ നാടാണ്, എന്താ പറയുക, അതിമനോഹരം. മഴ പെയ്താൽ പണി പാളും. ഏതായാലും പോവാണ്. എല്ലാ സാധനങ്ങളും എടുത്ത് വണ്ടിയിൽ ബാക്കിൽ ലോഡാണ്. ബാക്കിയൊക്കെ വേറെന്താ ചോക്കാം. ഞങ്ങൾ ആരംഭിക്കാൻ വേണ്ടി പോവാണ്. സുബിയുണ്ട്, വിജേഷുണ്ട്, അപ്പുണ്ട്. പറയും ചർച്ച പറഞ്ഞേ. ഇപ്പോഴും ചർച്ച കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഞങ്ങളുടെ യാത്ര. 3:56 ഞങ്ങൾ പുഴയിലേക്ക് പോണ്. ഒരു 1.5 മണിക്കൂർ അപ്പോഴേക്ക് ചടക്കും. വണ്ടി ഇങ്ങനെ ഒരു മതിലിന് ചാരി നിർത്തിയിട്ടുണ്ട്. ഇതുവഴിയാണ് പോകണം കേട്ടോ. ഇതിലെ പോയി നോക്കാം. ഇതിലൊക്കെ ഒരുപാട് വീടുകൾ പരിപാടിയൊക്കെയാണ്. ആ കാണുന്ന തന്നെയാണ് കേട്ടോ പുഴ. അതൊക്കെ പുഴയുടെ തൊട്ടടുത്തുള്ള വീടുകളാണെന്നുള്ളതാണ്. നേരെ ഇറങ്ങി ചെല്ലുന്നത് തന്നെ പുഴയിലേക്കാണ്. ചാലിയാറ് നല്ല വെള്ളമുണ്ട്. നല്ല വെള്ളമുണ്ട് പറഞ്ഞാൽ നല്ല വെള്ളമുണ്ട്. ഓ മൈ ഗോഡ്, പെരുമ്പള്ള അല്ലേ? പെരുമ്പള്ള കരിങ്കല്ല് പതിച്ച വഴിയാണ്. ഇത് പുഴയിലേക്കുള്ള വഴി തന്നെയാണ് കേട്ടോ. പുഴയിലേക്കുള്ള വഴി തന്നെയാണ്. ഇവിടെ എന്താ പാറ എന്തോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആ പാറ ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെയാണ്. പുഴയുടെ ഭംഗിയും കണ്ട് പോകേണ്ടി വരും മിക്കവാറും പുഴൻ്റെ ഭംഗിയും കണ്ട് പോകേണ്ടതല്ലേ. വേറെ ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല മനോഹരമുള്ള പാറയാണല്ലേ. അപ്പോൾ ഈ പാറമ്മലൊന്നും നമുക്ക് ക്യാമ്പിങ് പരിപാടിയും നടക്കില്ല. ഒന്നില്ലാതെ എത്ര അടുത്ത് വീട്, ആളുകളുണ്ടാവും. രാത്രി ആയിക്കഴിഞ്ഞാൽ ആളുകൾ വരും. അപ്പോൾ അങ്ങനത്തെ ഒന്നും പറ്റില്ല. എന്നാലും നമുക്ക് കാണാൻ നല്ല മനോഹാരിതയുള്ള സ്ഥലമാണ്, പുഴയാണ് അല്ലെങ്കിൽ പാറയാണ്. ഇവിടെ ഇരിക്കല്ലേ, മുഴുവനായിട്ട് ഇവിടെ ഇരുന്നാൽ മതിയടാ. മഴ പെയ്താലും ഒരു പാകല്ലേ. വെള്ളം വന്ന പൊന്തിയ വണ്ടി കയറാനും സുഖമാണ് അല്ലേ, ചടച്ച മിന്നാൻ സുഖമാണ്. അപ്പോൾ ഇത് ചാലിയാറിൻ്റെ താഴെ ഭാഗം. ഇങ്ങോട്ട് നമ്മൾ ഇന്നാൾ ഇതിന് മുമ്പ് ഞാൻ റേസ് അങ്ങനെ ഞങ്ങൾ ക്യാമ്പ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ആ ഒരു ടേണിങ്ങിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് എവിടെയോ ആണ്. അവിടെ തോണികളെ കാണാം, അതുകൊണ്ട് ഞാൻ പറയണം. അല്ലാത്ത അറിവൊന്നും നിൽക്കില്ല. പിന്നെ അവിടെ ഒരു പാറയുണ്ട്, ആ പാറയിൽ വേണമെങ്കിൽ അവിടെ ഇടാം. പിന്നെ ഇവിടെ ഇങ്ങനെ ചുഴി പരിപാടിയൊക്കെയാണ്. മഞ്ഞളേട്ട കുഞ്ഞളേട്ട ഇപ്പം തന്നെ ഏറ് തുടങ്ങി. എല്ലാവരും വൻ സ്പീഡപ്പ് ആയിട്ടുള്ള പരിപാടിയാടാ. അത്ര വലിയൊക്കെ ഉണ്ടോ? രണ്ടെണ്ണം പറഞ്ഞല്ലേ?
കൊടുങ്ങട്ടെ. കിടച്ചു പരിപാടിയല്ലേ. കണക്കുണ്ട് കിട്ടുന്ന നല്ല സാധനം കേട്ടോ. കിട്ടിയില്ലെങ്കിൽ മുഞ്ചനൊന്നുമില്ല. ഞാൻ അല്ലട നിങ്ങളപ്പോ ഞാൻ പറഞ്ഞില്ലേ, പിന്നെന്തിനാ പേടിക്കണേ. ഈ സീസണിൽ ഞാൻ പോയിട്ട് ഇതുവരെ കിട്ടാന്നില്ല. ഇന്ന് കിട്ടാക്കൂലേ, ഇന്നാണോ സംഭവം. നമ്മൾ കോഴിക്കുടലാണ് കേട്ടോ. കോഴിക്കുടലാണ് എറിയാൻ വേണ്ടിയിട്ട്, അതായത് ഏറുകൊണ്ടൽമൊക്കെ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ പുയരുണ്ട്. പുയര പക്ഷേ നമ്മൾ പറച്ചുകൊണ്ടിൽ ഇതൊന്ന് എറിഞ്ഞിട്ടിട്ട് നമുക്ക് പറച്ചുകൊണ്ടിലിടാം എന്നുള്ളൊരു മൈൻഡാണ് എനിക്കത്. ഞാൻ ബ്ലേഡൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ ബ്ലേഡൊക്കെ എടുത്താണ്ടൊക്കെ ഇത് ഉപയോഗിക്കലുള്ളൂ. വേറെ കയ്യുമ്പോൾ നല്ലോണം ആവും, അതിൻ്റെ അപ്പീലില്ല. എന്നാൽ പോലും ഏറെക്കുറെയൊക്കെ കയ്യുമ്പോഴാവാതെ നോക്കാൻ വേണ്ടിയിട്ടേ ഒരു വാളെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടിയെങ്കിൽ കാണിച്ചു കൊടുക്കുന്നു അല്ലേ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ ചെങ്ങന്മാരെ ഒരു വാളെങ്കിലും ഞാൻ പിടിക്കട്ടെ. ടൈം എടുക്കും. വളർത്തുന്ന മീനല്ലല്ലോ. ആ ഭാഗത്ത് മലയുടെ മേലെ കോടയൊക്കെ കാണാം. അതുപോലെ തന്നെ മൊത്തത്തിൽ ക്ലൗഡിയാണ്. അന്തരീക്ഷം മൊത്തത്തിൽ മഴ പെയ്യാൻ സാധ്യതയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് ഫുള്ളായിട്ട് മഴയുള്ളൊരു ദിവസം തന്നെ കേട്ടോ. ഫുള്ളായിട്ട് മഴയുള്ളൊരു ദിവസം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഇന്ന് മഴ പെയ്തണം. ഇവിടെ 2 അവന് ഇവിടേക്ക് എറിഞ്ഞിട്ടിട്ടുണ്ട്. അത് ഏതാണ്ട് ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. ഞാനപ്പോൾ അങ്ങോട്ട് കുറച്ചുകൂടി നീട്ടിയാണ് എറിയുന്നത്. ആർക്കാ എങ്ങനെ കിട്ടുമെന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. ഓക്കെ, അത്യാവശ്യം ലോങ്ങൊക്കെ തന്നെ പോയി ചാടിയിട്ടൊക്കെ ഉണ്ട്. ഫുള്ള് സാധനം പറമ്പ് വെച്ച് നല്ല സൗകര്യത്തോടുള്ള പരിപാടിയാണ്. ഇവർ രണ്ടുപേരിപ്പോൾ പറച്ചുകൊണ്ടല്ല ഇട്ടിട്ടുള്ളൂ. ഞാനിവിടെ നിന്നൊരു കൊമ്പൊടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോവുകയാണ്. അപ്പോൾ ഇവിടെ ആരോ വെട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ അതൊന്നും എടുക്കാം. ഇതിൻ്റെ നടത്തം കിട്ടും എനിക്ക് കുറേ. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ചൂണ്ടലൊക്കെ റെഡിയാക്കി ആകുമ്പോഴത്തേക്ക് സമയം കുറേ ആകും. ഏതായാലും ഞാൻ ഇവിടെ ഇങ്ങനെ ആയിട്ടിത് തുറക്കട്ടെ. ഓക്കെ, ഇനി നമ്മുടെ ഈർപ്പനെ നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ മണ്ടയിൽ ഇങ്ങോട്ട് കൊടുത്താൽ ഒത്തുമ്പോൾ നമുക്കറിയാൻ വേണ്ടി പറ്റും. വലിയും, നല്ല രീതിയിൽ വലിയും. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ഒതുക്കത്തിനിങ്ങനെ ഇടാന്നാണ് കരുതുന്നത്. അവിടെ കേട്ടെ, കുറച്ചുകൂടി ഇങ്ങോട്ടായിക്കോട്ടെ. പെരുമഴ പറഞ്ഞാൽ പെരുമഴ. ചെക്കന്മാരെല്ലാവരും ജാക്കറ്റ് പരിപാടിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർക്ക് സീനില്ല. പക്ഷെങ്കിൽ ഞാൻ കുടേൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അത് പറിച്ചുകൊണ്ടിലിടാൻ ആകെയുള്ള ഗ്യാപ്പ് ഇതൊന്നുമല്ല. അതിലൊക്കെ പോയിട്ട് ഇടാറുന്നു. പക്ഷേങ്കിൽ അതിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ടാസ്ക്കാണ്. ഇപ്പോൾ അതിലങ്ങനെ കയറിയിട്ട് അങ്ങനെ പോകാൻ വേണമെങ്കിൽ, പുഴയാണെങ്കിൽ ഒരുമാതിരി ഭയാനകപ്പെടുത്തുന്ന രീതിയിലുള്ള ഒഴുക്കാണ്. നല്ല ഒഴുക്കൊഴുക്കുണ്ടല്ലേ അല്ലേ. പേടിക്കണം. ഇങ്ങനത്തെ ടൈമിലാണ് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്തത്. ഇങ്ങനെ കുത്തി ഒലിച്ച് വരുമല്ലേ. എന്താ അതിൻ്റെ ഒരു ഭംഗി. ഏയ് എന്നാടാ വലിക്കണ്ടല്ലേ ചേ. വലിയ കുറെ നടക്കും പറഞ്ഞില്ലേ. നമ്മളെ ചൂണ്ടല്ലേ കുടുങ്ങി. അപ്പോൾ പൊട്ടിക്കാനുള്ളൊരു മാർഗ്ഗമാണ്. ഇപ്പം ഇങ്ങനത്തെ വട്ടക്കണ്ണി ഉണ്ടെങ്കിൽ നല്ല ടൈറ്റായി കിടക്കണ്ട, നമുക്കിങ്ങനെ പിടിച്ചിട്ട് വലിക്കാം. ഞെട്ടം പറഞ്ഞിട്ട് ഈയം വന്നു കഴിഞ്ഞാൽ നെറ്റിമുഖമൊക്കെ തട്ടും. നമ്മളൊന്ന് വിജയസൊക്കെ പോയി. അപ്പോൾ അവിടെ നിന്ന് പോന്നിക്കണം, സാധനം പോന്നിക്കണുണ്ടോ ലൂസായി. നമുക്ക് നോക്കാം എന്തൊക്കെ എങ്ങനെയൊക്കെ പരിക്ക് പറ്റിയിട്ടുള്ളത് എന്നുള്ളത്. മഴ പോയിട്ടുണ്ട്, മഴയല്ല. പക്ഷെ അക്കരെ തന്നെ കുറച്ച് പിടുത്തക്കാരെന്തൊക്കെ ഉണ്ട് സംഭവം. സംഭവം നമ്മുടെ എവിടേക്കോ കുടുങ്ങിയതായിരുന്നു. എന്താ ഒരു ഈയം പോയി. 2 ഈയം ഉണ്ടെന്ന്. ഒരു ഈയം പോയിട്ടാ. ഒരു ഈയം ആകെ അരപ്പായി ചതഞ്ഞരഞ്ഞിട്ടാണ് പോയിരുന്നത്. ചെറിയ കൊക്കെ ഞെട്ടിയെന്ന്. ഇനി എൻ്റെ കയ്യിൽ ഈയല്ല ഇടാൻ വേണ്ടിയിട്ട്. കത്തിയൊക്കെ ഉണ്ടോ? കത്തിയൊക്കെ ഉണ്ട് ചെക്കൻ്റെ കയ്യിൽ. ഇതൊക്കെ ഇത് തുരുമ്പായി. ഈ കവറിലിട്ടാ
ഈ നേരം വരെയായിട്ട് ഞങ്ങൾക്ക് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ഇന്ന് മിക്കവാറും ഒന്നും കിട്ടാതെ തന്നെ പോകേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഇങ്ങനെയാണ് ഇപ്പം മൊത്തത്തിൽ. ഒത്തുണ്ടോ ചോദിച്ചാൽ ഇവിടെ എന്താ വെച്ചാൽ പറ കൊണ്ട് ചൂണ്ടലിടാനുള്ളൊരു ഗ്യാപ്പ് ഇവിടെ വല്ലാതില്ല. നമ്മൾ ഇടുന്നത് ഇവിടെ കരവത്തേക്ക് തന്നെയാണ്. അതായത് വെള്ളം ഉണ്ട് തന്നെ ഉള്ളൂ. അല്ലാന്നാണെങ്കിൽ ഫുള്ളായിട്ട് കരഭാഗത്തേക്ക് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയമുണ്ട് ഇതിൽ. ഇവർ നമ്മളെ മറ്റേ ടീമിൻ്റെ പോലെയല്ല, അല്ലെങ്കിൽ കണ്ണൻ്റെ ഒപ്പം രമേശിൻ്റെ ഒപ്പം വരുന്ന പോലെയല്ല. ഇവർ കുറച്ചുകൂടി സെറ്റപ്പാണ് ടീം. പക്ഷേ എങ്കിലെന്താ വെച്ചാൽ ഇവിടെ ഈർപ്പൊക്കെ കുടുങ്ങിയിട്ട് ചൂണ്ടലിൻ്റെ പണിയിലാണ്. ഇത് എപ്പോഴാണ് തീരെന്ന് അറിയില്ല. ഇപ്പം തന്നെ സമയം 5 മണി കഴിഞ്ഞു. ആ ഭാഗത്തേക്ക് കോടൊക്കെ ഇങ്ങനെ കയറി മറിയണമെങ്കിൽ എന്താ അതിൻ്റെ ഒരു ഭംഗി. ഇതെന്താ തീറ്ററിയണ്? ഓനൊരു ചൂണ്ടൽ ഉണ്ടാക്കിപ്പോൾ ഇവിടെ ഇരുന്നാണ്ട്. ഒരുപാട് ടൂൾസ് ഉണ്ട്, അതാണ് പറയണേ. ആണോ കുടലൊക്കെ കോർത്തിക്കണുണ്ടോ? ഒരു ലോഡ് കോർത്തിക്കണ്. ഇതാണ് മുണുങ്ങാൻ വയ്ക്കണ മീനൊക്കെ കിട്ടിയാണ്ടല്ലോ ചതറും. അപ്പം അങ്ങനെ വേണ്ട. ആ ഒരു ഭാഗത്തേക്കാണ് ക്ലൗഡ് ബെഡ് നന്നായിട്ട് കയറി മറയുന്നുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടാ. വാവ്, ബ്യൂട്ടി. കൊള്ളാല്ലേ. നമ്മൾ കുറച്ച് രാത്രിയായിട്ട് ഇവിടുന്ന് പോകും കേട്ടോ. രാത്രി അത് അമ്മ ഇരുടാകോളം. അപ്പോൾ ഞാനൊരു ചൈന കൊക്കയും കൂടി ഏറുകൊണ്ടിലാക്കണേ മുഴുവനായിട്ട്. അപ്പോൾ ചൈന കൊക്കയും കൂടി പതിച്ചാൽ 2 കൊണ്ട് കയറിയാം. അതായത് ഒരെണ്ണം നമ്മൾ ചൈന കൊക്ക ഇതാണ് കേട്ടോ. അതിനാണ് ഞാൻ എടുത്തിടുന്നത്. അടുത്ത് നോർമൽ കൊക്ക വിത്ത് ചെറിയ കൊക്കാണത്. ഇതിനെ നമ്മൾ ഏതാണ്ട് ഈ ഒരു സൈഡ് എടുക്കുക. അത് ഒഴിക്കൊക്കെ ഇട്ടുക്കണേ, ഇത് ഒഴിക്കല്ല. ഇത് ആ ഒരു ഏരിയക്ക് അങ്ങോട്ട് പോകണം. ഓക്കെ, കറക്റ്റ് പക്ക. സംഗതി ഒരു 6 ഇട്ടിക്കണേ നമുക്ക്. ഒരു 6 കയറിക്കണ. അപ്പോൾ പിടി നന്നാ. ഇതിൽ വന്നാൽ ഞാൻ പിടിക്കും. ഓക്കെ അല്ലേ? മുള്ളുണ്ടാവും കേട്ടോ. എന്തൊക്കെയാ കാട്ടണ് ആക്കണേ. ഓക്കെ, അത് ചൂണ്ടലുമൊന്നും പോയില്ലല്ലോ. ചൂണ്ടലുണ്ടല്ലോ. അപ്പോൾ ചൂണ്ടലുമൊന്നും പോയിണേ. നമുക്ക് ഈ ഒരു നേരം വരെ ഇട്ടിട്ട് കിട്ടിയതാണത്. എവിടേക്ക് അതിനെ കൊണ്ടുപോകണേ? ഒഴിഞ്ഞ് കഴിയുന്ന വള്ളത്തേക്കോ? ഇല്ല, അതുമൊന്നും പോയിട്ടൊന്നുമില്ല. ഒരു ചെറിയൊരു ആരൽ എന്താ, അടിപൊളി ആരൽ, നല്ല പച്ചപ്പിൽ കണ്ടോളി. അപ്പോൾ ഇത് ഈ നേരം വരെ നമ്മൾ ചൂണ്ടയിട്ടിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള സാധനമാണ് കേട്ടോ. കരസ്ഥമാക്കിയിട്ടുള്ളത് രഞ്ജിത്ത് മുട്ടിക്കടവ് അല്ലേ? രഞ്ജിത്ത് മുട്ടിക്കടവാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഏതായാലും കൊള്ളാം. സുബിയാക്കണ അവിടെ അക്കരെ പോയിടുന്നു. പിന്നെ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് എനിക്കടാ ഇത് ഭയങ്കര ഇഷ്ടമായിടോ വിജയസേ. ആ ഒരു കോടേ, എന്നാ കോട, അടിപൊളി. ഞാൻ എന്തായാലും ഇനി എല്ലാവരും പറിച്ചുകൊണ്ടിരിക്കാരേട്ടാ. ചെങ്ങമരം നല്ല കൊത്തൊത്തുണ്ട്. നല്ല മഴയും പെയ്യുന്നുണ്ട്. കൊടലുമലാണ് നല്ല കൊത്തൊത്തുണ്ട്. നോക്കി ഈർപ്പമ്മ ഞാൻ പിടിച്ചു കൊടുത്ത് തന്നെ നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവും. ഇപ്പോൾ കൊത്തണില്ല, അതങ്ങനെയാണ്. പറഞ്ഞു തരുമ്പോൾ കൊത്തൂല. അപ്പോൾ കൊത്തുണ്ട്. നല്ല മഴയാണ് ഉണ്ടാ. മക്കളെ, മഴ ഒന്നിട്ട് മാറി എന്നാൽ പിന്നെ നല്ല പെയ്യാണ്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കഥ. സമയമൊക്കെ ഒരുപാടായി എന്ന് പറയാൻ വാച്ച് നിർത്തില്ല. മഴയൊക്കെ അല്ലേ, അപ്പം അതുകൊണ്ട് വാച്ച് നിർത്തിട്ടില്ല. ആ സമയത്ര എനിക്ക് വേറെ എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയിട്ടില്ല. അവനൊന്നും കിട്ടിയിട്ടില്ല. അപ്പൂന് കിട്ടിയ ഒരു 1000 ഇങ്ങനെ നിൽക്കുന്നതാണ് ഇപ്പോഴും. എന്താ പറയുക, അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് മലയൊക്കെ തെളിഞ്ഞു. ഈ ഒരു ചൂണ്ടിൽ കൊത്താണെന്ന് അറിയില്ല, വെറുതെ ഇങ്ങനെ വലിയുന്നുണ്ട് ഇത്. ഇതിൻ്റെ ഈർപ്പൊക്കെ നമുക്കൊന്ന് പിടിച്ച് നോക്കിയാൽ മനസ്സിലാവും. കൈ കൊണ്ട് തൊട്ടാൽ മനസ്സിലാവും. അത് കൊത്താണ്. സംഗതി ഓടിവാവ് അടിക്കാനുള്ള സമയമായിട്ടാ. നമ്മളെ ഒരു ചൂണ്ടൽ ഇവിടെ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. കൊത്തണെങ്കിൽ കൊത്തട്ടെ. ഇനിയിപ്പോൾ നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പോകാനായി. പിന്നെ ഒരു ചൂണ്ടൽ കയറ്റിയിട്ടിട്ടുണ്ട്. നമ്മുടെ കൊട, നമ്മുടെ പണിക്കാർ ഫുള്ളുണ്ട് ഇവിടെ. ആർക്കും വേറെ ഒന്നും കിട്ടിയിട്ടുമില്ല. ഇവിടെയൊക്കെ കുടൽ കോർക്കാന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കോർക്കണല്ലോ അവർ.
ആ പുഴയൊക്കെ അങ്ങനെ ഇടുന്നതും ഇത് ഓർക്കണതൊക്കെ ഒക്കെ കണക്കാണ്. മറ്റേതൊക്കെ രണ്ടും ഒക്കെ ആണ്. രണ്ട് കൊക്ക എന്തൊക്കെ സെറ്റപ്പാ. സെറ്റപ്പിന് കുറവുമില്ല. സെറ്റപ്പാണ്. ഏതെങ്കിലുമൊക്കെ ഒന്ന് അല്ലേ ചെറുത് ഉണ്ട്. ആ ഒയ്ക്കൊക്കെ ഇട്ട പിന്നെ അങ്ങനെ അഴിഞ്ഞങ്ങനെ പോവും അല്ലേ, അങ്ങനെ പോവും. അതാണ് ഇത്. ഏതായാലും സമയം ഒരുപാടായി. ഞങ്ങൾ കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് പോവാം എന്നുള്ളൊരു മൈൻഡിലാണ്. വെള്ളം കൂടിയിട്ടൊന്നുമില്ല കേട്ടോ പുഴയിൽ, വെള്ളം കൂടിയിട്ടൊന്നുമില്ല. നമ്മുടെ സാധനങ്ങളൊക്കെ ഫുള്ളായിട്ട് പറമ്പുണ്ട്. പിന്നെ അവിടെ 2-3 ലൈറ്റ് കാണില്ലേ, അതൊക്കെ നമ്മൾ വരുന്ന വഴിയുള്ള വീടാട്ടാ. ഓ കൊള്ളാം. ഓടികാവുണ്ടെങ്കിൽ പിന്നെ നല്ല രസമാണ്. നമുക്കിങ്ങനെ അക്കരയിൽ ആരിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇവിടുന്ന് അടിക്കാൻ. അവിടെ വണ്ടിയിലാണ് പോയോ? അയാളെ നേക്കാതൊക്കെ ഉണ്ടല്ലേ, വല്ലാത്തത്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഈ പെരും മഴയത്ത് മേലക്ക് വണ്ടിൻ്റെ അടുത്തേക്ക് കയറുകയാണ് കേട്ടോ. ടോർച്ചുള്ളത് ഇതിൻ്റെ അടുത്താണ്, അപ്പോൾ മുൻഗണനയൊക്കെയാണ്. വണ്ടീൻ്റെ അടുത്തേക്ക് എത്തട്ടെ. ഇതിലൊന്നും പേടിക്കാനൊന്നുമില്ല. വെള്ളം വരുന്നുണ്ട് ഞങ്ങൾ ഇതിലൊക്കെ ഇങ്ങനെ മേലത്തെ വെള്ളം ഫുള്ള് കംപ്ലീറ്റ് ഇതിൽ കൊണ്ട് വരില്ല. ഇവിടെ പിന്നെ പേടിക്കാനൊന്നുമില്ല. അപ്പുറത്തെ സൈഡൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഫോറസ്റ്റ് പോയിൻ്റ് കാര്യമൊക്കെ ഉണ്ട്, അല്ല ആനയും പൂജയൊക്കെ വരാം. ഇതിൽ പിന്നെ ആ ഒരു വിഷയമൊന്നുമില്ല. പിന്നെ പുഴ കയറി മറിഞ്ഞിട്ടൊക്കെ വരണം, അപ്പോഴേക്ക് നമുക്ക് രക്ഷപ്പെടാം. വണ്ടി കുറച്ചുകൂടി താഴത്ത് നിർത്തിയാൽ മതി. ആരതിൻ്റെ ഉള്ളിൽ കുത്തിർക്കണോക്ക് അവിടെ എത്തിക്കോട്ടെ. ആകെ നനഞ്ഞോ ചെളിയായോ മൂത്രം വെച്ചോ പൂച്ചയെന്നു ഇല്ല പാറിപ്പിച്ചോ. തന്നെയാണ്. കയറി 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 പോ മക്കളെ. ഇതിലെ കംപ്ലീറ്റ് വീടാട്ടോ. നമ്മൾ പോയപ്പോൾ കണ്ടല്ലോ നിങ്ങൾ. വണ്ടി കയറട്ടെ. ഞങ്ങളങ്ങനെ വണ്ടിയിൽ കയറിയിട്ട് പറപ്പിച്ച് വിട്ടോണ്ടിരിക്കുകയാണ്. നമ്മൾക്കൊരു ചായക്കട കിട്ടണം, ചായ കുടിക്കാൻ പൂതിയാവുന്നുണ്ട്. പിന്നെ മീൻ ഏതായാലും കിട്ടിയില്ല, അപ്പൊ ചായക്കിന് കുടിക്കാന്ന് കരുതി. ചായ കുടിക്കാനുള്ള പുറപ്പാട് വേണം. ഏതെങ്കിലുമൊക്കെ പോണ വഴിക്ക് അതിലേക്ക് ഒരു ഈവനിങ് സ്നാക്സോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒന്ന് കയറി ചായയൊക്കെ കുടിച്ച് അങ്ങനെ പയ്യെ പോവാം. അപ്പൊ സമയം എത്രയടാ? 7:53. ലേറ്റ് ആയേ. ലേറ്റ് ചായൻ്റെ ഒക്കെ ലേറ്റ് ആയെന്ന് കുടിച്ചാണ്. ചായ കുടിച്ചപ്പോൾ പൊടിച്ചായൻ്റെ സ്ട്രോങ് ചായ വേറെ ചായൻ്റെ കളറുണ്ടോ? എന്ത് ചായൻ്റെ കളറുണ്ടോ? അതായത് പോക്കറ്റ് ഷവർമ, സമൂസ വിജേഴ്സ്, അപ്പൂന് മുട്ട ബജ്ജി, സുദ്ധിയും പോക്കറ്റ് ഷവർമയാണ്. ഞാൻ സിദ്ധിൻ്റെ പിടിക്കുന്ന കഴിക്കാൻ ഞാൻ കടിച്ചോട്ടെ. അതെ വെള്ളം ഇത് അടിപൊളിയല്ലേ? അത് നമുക്ക് വിശന്നിട്ടാ. അതെ ഈ 2 കടിയായിട്ടാ പൈസ ഞങ്ങൾക്ക്. എൻ്റെ മൂന്നാമത്തെ 2 മണിക്ക് കുറച്ചിട്ട് സംഭവം കുഴപ്പമില്ല, മതി. മസാല കൊണ്ട് അടിപൊളി കേട്ടോ. 8:40 നമ്മൾ വണ്ടൂർ അങ്ങാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. വണ്ടൂർ അങ്ങാടിയൊക്കെ ഉറങ്ങി തുടങ്ങി. ഈ ഒരു നേരത്തെ എൻ്റെ സ്റ്റാൻഡിൽ എത്ര വണ്ടികൾ ഉണ്ടെന്നൊക്കെ അങ്ങനെ എണ്ണിയിട്ട് ഏറ്റവും പോക്കളും പോയാലോ വീട്ടിൽ. സ്റ്റാൻഡിലൊക്കെ ഈ നേരത്തെ വണ്ടികൾ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ദിസ് ഈസ് മൈ സ്റ്റാൻഡ്. 1 2 3 4 5 6 7 8 9 വണ്ടികൾ. 9 വണ്ടി. ഏതായാലും ഇനി നേരെ നാട് വീട് ഒന്ന് കുളിക്കുക കിടക്കുക എന്നുള്ള പരിപാടിയൊക്കെ തന്നെ ഉള്ളു. എന്തായാലും പാലത്തിങ്ങ പോയിട്ട് ഞങ്ങളെ മീൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. അപ്പൂന് കിട്ടിയ മീൻ ഞങ്ങൾ എടുത്തു അല്ലേ, എല്ലാവർക്കും കാണിച്ചു കൊടുക്കണത്. ഓ ഞങ്ങൾക്ക് പോയെന്ന് കിട്ടിയ ആരില് കണ്ടോ? ഇതിനല്ലോ തിന്നാനും കൊടുത്തിക്കണോ? വീർത്ത വെള്ളം കൂട്ടിയാ എന്നെ ഒക്കത്തിനല്ലോ തിന്നാൻ കൊടുത്താണ്ടേ കയറ്റണേ. സജി ഒറ്റയ്ക്ക് അവിടെ തോട്ടിലിടുണ്ടോ? ഓന് മീൻ പിടിക്കാൻ തന്നെയാണ്. ഞങ്ങളെ മാതിരി എന്റർടൈൻമെന്റ് അല്ല. ഞണ്ട് പറഞ്ഞുണ്ട്. എന്താ ഒരു മനുഷ്യനാട് കൂട്ടത്തോടെ കോമാടി. അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിക്കണ്ട ഓൺ ദ സ്റ്റേജ്. കഥാനായകൻ വരുന്നുണ്ട്. കഥാനായകൻ ഫോട്ടോ ഒന്നല്ല വീഡിയോ. എവിടെ മീനടെ? ഒന്നും കിട്ടിയില്ല. നമ്മളെ കണ്ണനട്ടെ, കണ്ണനൊന്നും കൊണ്ടുപോയിട്ടില്ല. നമ്മൾ
ഓ മൈ ഗോഡ്, എല്ലാവരും വലിയ സഞ്ചിണ്ട് എല്ലാവരും അടുത്തും അല്ലേ? എൻ്റെ ചങ്ങന്മാരെ, രാവിലെ ഉച്ചയ്ക്ക് പോയപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം തന്നെ ഞാൻ പറഞ്ഞതാണ് മീനുകൾക്ക് തീറ്റ കൊടുക്കുന്ന പരിപാടി, വള്ളം കാണാൻ പോകുക എന്നുള്ളത്. എന്തായാലും അത് മാത്രമേ നടന്നിട്ടുള്ളൂ. ഇതൊരു രസമായിട്ട് എടുത്താൽ മതി. നമ്മളിങ്ങനെ തന്നെയാണ് എല്ലാ ഒട്ടുമിക്ക ദിവസം പോകുമ്പോൾ കിട്ടിക്കോളണമെന്നില്ല. ഭാഗ്യം കൊണ്ട് നമുക്ക് പലപ്പോഴും കിട്ടുന്നതാണ്. പിന്നെ കണ്ണന് രമേശൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും നമുക്ക് സഹായത കൂടുതലാണ്. കാരണം അവന്മാർക്ക് പിന്നെയും കുറച്ചൊക്കെ നേക്കറിയാം. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. കടലിലേക്ക് പോകണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ കടൽ തീരത്ത്, അതായത് നമ്മുടെ കോഴിക്കോട് ഭാഗത്തുള്ള സുഹൃത്തുക്കളായാലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വന്ന് ഇടാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇടേണ്ട നേക്ക് കാര്യങ്ങളൊക്കെ അറിയുന്നവർ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ നമ്പറിലേക്കൊക്കെ ഒന്ന് അറിയിച്ചു തരികയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരിക്കും. എന്തായാലും അടുത്ത ആഴ്ചക്കുള്ളിലായിട്ട് പോകണമെന്ന് കരുതുന്നുണ്ട്. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. അങ്ങനെ പറഞ്ഞ പോലെയൊക്കെ ബൈ.